ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുകയാണ്. ഈ ട്രംപിന്റെ വെല്ലുവിളിയെല്ലാം വെറും പഴയ ചാക്കായാണ് അജിത് ദോവൽ ഉൾപ്പെടെയുള്ളവർ കണക്കാക്കുന്നത്. അജിത് ദോവൽ റഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ടല്ലോ. ഈ ട്രംപിൻ്റെ വിചാരം, ട്രംപ് ഈ ചുങ്കം അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ ഇന്ത്യ അങ്ങോട്ട് വളഞ്ഞ് എൻ്റെ പൊന്നു സാറേ നമസ്കാരം, ഞങ്ങളെ എങ്ങനെയും രക്ഷിക്കണമെന്നും പറഞ്ഞ് പാകിസ്ഥാൻ്റെ സൈനിക കമാൻഡർ ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെടുന്നതാണ് ആസിഫ് മുനീർ അല്ല ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഇവിടെ നോക്കാൻ വേറെ ആൾക്കാരുണ്ട്. അമേരിക്കയ്ക്ക് ട്രംപിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. നിങ്ങളുടെ സാങ്ഷൻ എന്ന് പറഞ്ഞ 2 തവണ മുമ്പ് നിങ്ങൾ സാങ്ഷൻ ഏർപ്പെടുത്തി. എന്ത് കുന്തം സംഭവിച്ചു? AB വാജ്പേയിയുടെ കാലത്തായിരുന്നു ഒരു സാങ്ഷൻ. എന്ത് കുന്തം സംഭവിച്ചു? അവിടെ നമ്മൾ അറ്റോമിക് ബോംബ് പരീക്ഷണം നടത്തിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഞങ്ങളുടെ മേലുള്ളത്? നിങ്ങൾ എന്നാണ് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്? ഏത് യുദ്ധത്തിനാണ് സഹായിച്ചിട്ടുള്ളത്? എല്ലാം പാകിസ്ഥാൻ്റെ മുമ്പ് എന്തിനു നടന്നത്? ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യ നടത്തിയ യുദ്ധം വിശുദ്ധ യുദ്ധമായിരുന്നു ബംഗ്ലാദേശിൻ്റെ വിമോചിപ്പിക്കൽ. അന്ന് നിങ്ങൾ 7ാം കപ്പൽപ്പടയെ അയക്കുമെന്നും പറഞ്ഞ് അയച്ചല്ലോ, മദ്രാസ് തീരം വരെ എത്തിയല്ലോ. എന്നിട്ട് എന്തു സംഭവിച്ചു? അമേരിക്ക, നിങ്ങൾ പാഠം പഠിക്കണം. റഷ്യയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിയറ്റ്നാമിൽ നിന്ന് പിന്തിരിഞ്ഞോടിയില്ലേ? അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് പിന്തിരിഞ്ഞോടിയില്ലേ? നിങ്ങളെല്ലാ ഭീകരവാദങ്ങളെയും ഒസാമ ബിൻ ലാദനെ തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഭസ്മാസുരനാക്കിയത് നിങ്ങളല്ലേ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? എന്നിട്ടും പാഠം പഠിക്കാതെ പാകിസ്ഥാനി വീണ്ടും മൈനിങ് ഫീൽഡുകൾ ഉണ്ടാക്കാൻ പോവുക. അത് കില്ലിങ് ഫീൽഡുകളായിട്ട് മാറും. അന്നേരം നിങ്ങൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് ഓടേണ്ടി വരും. പാകിസ്ഥാൻ എന്ന് പറയുന്ന കൊടും വിഷമാണ്. ആ കൊടും വിഷമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിഷമുള്ള കാളിയനാണ് അപ്പുറത്തെ ചൈന എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഈ കൊടും വിഷവുമായിട്ട് നിങ്ങൾ കൂട്ടിയേരുകയാണെങ്കിൽ കാളിയനുമായിട്ട് ഞങ്ങളും കൂട്ടിയേരുന്നേ. അങ്ങനെ ഞങ്ങൾ ചെയ്യും. നിങ്ങളപ്പോൾ അറിയും, മനസ്സിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും അധികം മാർക്കറ്റുള്ള 2 എക്കോണമികളാണ് ചൈനയുടെയും ഇന്ത്യയുടെയും. ഒന്നിച്ച് കഴിഞ്ഞാൽ ട്രംപെ ഞങ്ങളുടെ കാലം നിങ്ങൾക്ക് പിടിക്കേണ്ടി വരും. സംശയമുണ്ടോ? നിങ്ങളുണ്ടാക്കുന്ന സാധനങ്ങൾ ജനങ്ങളല്ലേ വാങ്ങിക്കേണ്ടത്. ആ ജനങ്ങൾ എവിടെയാണ് ഉള്ളത്? ട്രംപിന് എന്ത് പറ്റി? സൗഹൃദ രാജ്യങ്ങളെ പോലെ ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ എന്തുകൊണ്ടാണ് ഈ ട്രംപ് നോട്ടമിടുന്നത്? ഇപ്പോൾ പുതിയ ചങ്ങാതിമാരെ കിട്ടിയത് കൊണ്ടായിരിക്കും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായി, മുസ്ലിം രാജ്യങ്ങളുമായി വലിയ സൗഹൃദത്തിലേക്ക് പോകുന്ന കാഴ്ച നാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ പുതിയ ചങ്ങാതിയെ കിട്ടുമ്പോൾ പഴയ ചങ്ങാതികളെ ചവിട്ടി പുറത്താക്കുകയാണ്. അല്ല, ഇയാൾക്കൊരു സ്ഥിരതയില്ല. കാര്യങ്ങളെക്കുറിച്ചൊരു പിടി. എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് തോന്നുന്നു. അമേരിക്കയിലെ രാഹുൽ ഗാന്ധിയാണ് ഇയാളെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടില്ല. ഇക്കോണമിസ്റ്റ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ജേർണലിസം നടത്തുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്, ദി ഇക്കോണമിസ്റ്റ്. അവർ പറഞ്ഞിരിക്കുന്നത് ട്രംപിന് റഷ്യയുടെ അതുപോലെ തന്നെ യുക്രൈൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ശരിയായിട്ട് അറിവില്ലാത്തത് കൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നതെന്നാണ്. ആദ്യം നമ്മളൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? പ്രശ്നം പഠിക്കണം. അതറിയില്ല. ചുമ്മാ അതില്ല അടയ്ക്കാ കച്ചവടക്കാരനെ പോലെ ഓരോന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ നോക്കിക്കോളൂ, ട്രംപിൻ്റെ രീതിയുടെ, അദ്ദേഹത്തിൻ്റെ ഒരു മെത്തേഡോളജിയുടെ, മോഡസ് ഓപ്പറൻഡിയുടെ രീതിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അടയ്ക്ക വ്യാപാരി നാട്ടുമ്പുറങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്നു. ഈ അടയ്ക്ക വ്യാപാരികൾ വ്യാപാരം നടത്തുന്നത് അടയ്ക്കാവുള്ള കർഷകൻ്റെ അടുത്ത് ചെന്ന് ചാക്കുമായിട്ട്, അല്ലെങ്കിൽ ചേളാവെന്നതിന് പറയും, ചേളാവുമായിട്ട് അങ്ങനെ പോകും. ഒരു ത്രാശം കാണും. എന്നിട്ട് ഒന്ന് തൂക്കി നോക്കി, ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ചമ്പനൊക്കെ അഴുക്കാണ്, ഇത് പോവും. ചമ്പൻ എന്നാണ് പറയുന്നത്, ഇളയ പാക്കിന്. അങ്ങനെ ഇത് ഒരു കാര്യം ചെയ്യാം. ഒരു അവസാനം ഒറ്റ വില, കിലോയ്ക്ക് ഒരു 50 രൂപ ഞാൻ തരാം. ഒറ്റ വില, ഇനി ഒന്നും ചോദിക്കരുത്. ഇയാൾ എന്ത് ചെയ്യും? അല്ല, 50 രൂപയ്ക്കൊന്നും മുതലാവില്ല, എനിക്കും ഇതിനൊരു 70 രൂപ കിട്ടിയേ പറ്റൂ എന്ന് കർഷകൻ പറയുന്നത്. കാരണം അവൻ്റെ അധ്വാനിച്ച മുതലാണിതേ. അപ്പോൾ ഇയാൾ ത്രാശും ചേളാവും എടുത്തുകൊണ്ട് ഒറ്റ ഇറങ്ങല. നമ്മൾ വിചാരിക്കും ഇയാളങ്ങ് പോയി പിണങ്ങിപ്പോയി, ഇനി കിട്ടുകയല്ലെന്ന്. ഇയാൾ എന്തിനാ പോകുന്നത്? കൈയടിച്ച് നമ്മൾ വിളിക്കുമെന്ന് വിചാരിച്ചാൽ 50 ഞാൻ കൊണ്ടുപോയിക്കുമെന്നും പറഞ്ഞു. കുറച്ചു നേരം പോയി കഴിഞ്ഞും വിളി വരുമെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കും. വിളിയുടെ പരിധിക്ക് അപ്പുറം പോയി കഴിയുമ്പോൾ ഇയാൾ തന്നെ ഈ ചേളാവും ത്രാശും എടുത്തുകൊണ്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇനിയൊന്നും പറയുന്നില്ല, നിങ്ങളായതുകൊണ്ട് ഞാൻ ഒരു 60 രൂപ അങ്ങ് വെച്ച് തന്നേക്കാം, കയ്യിലോട്ട് നാ പിടിച്ചോ. പറ്റുകയില്ല, 60 രൂപയ്ക്കൊന്നും ഇത് മുതലാവുകയില്ലെന്ന് നമ്മൾ വാദിക്കുന്നു. നല്ല ബാർഗനെയാണ് അങ്ങനെയാണ്. അപ്പോൾ പറയും, ഓ ഇനി എന്നാ വേണ്ട, നിങ്ങളെ ചമ്പൻ കാശിന് കൊള്ളാത്ത ചമ്പനെന്ന് പറഞ്ഞ് പിന്നെയും മടങ്ങി പോകുമ്പോൾ ആ റൂട്ടാകുമ്പോൾ ഇതൊരു അപ്പോഴും എനിക്കൊരു 20 രൂപയുടെ ലാഭം ഉണ്ടല്ലോ, എന്നാൽ തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ എത്ര പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ 80 രൂപയല്ലയോ? പോട്ടെ, 75 രൂപ എൻ്റെ കയ്യിൽ നഷ്ടമാണ് എന്നും പറഞ്ഞ് 75 രൂപയും കൊടുത്തിട്ട് ഈ ചമ്പം വാങ്ങിച്ചുകൊണ്ട് ഇതേ കച്ചവട സ്ഥിതിയാണ്. അപ്പോൾ ചുങ്കം അങ്ങോട്ട് ഏർപ്പെടുത്തി കഴിയുമ്പോൾ നമ്മളങ്ങ് പേടിച്ചിട്ട് അയ്യോ ചുങ്കം ഏർപ്പെടുത്തല്ലേ, അയ്യോ ട്രംപേ പോവല്ലേ എന്നും പറഞ്ഞ് വിളിച്ച് പുറകെ ചെല്ലുമെന്നാണ് ഈ വിഡ്ഢി കരുതിയത്. ഇന്ത്യ നോക്കൂ, വളരെ സ്റ്റേണായിട്ടുള്ള നിലപാടെടുത്തു. അമേരിക്കയെ പോലെ ഭ്രാന്തൊന്നും പറഞ്ഞില്ല. വളരെ പക്വമായ രീതിയിൽ നമ്മൾ പറഞ്ഞു,
ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നെങ്കിൽ അത് ഞങ്ങൾക്കത് ലാഭം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾ പിന്നെ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളും നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ്, ഞങ്ങളുടെ താല്പര്യം നോക്കിയാണ് ഞങ്ങളിത് വാങ്ങുക. അല്ലാതെ അമേരിക്കയുടെ ഭീഷണി അനുസരിച്ചല്ല. ട്രംപിൻ്റെ ചെവിട്ടത്തൊരടിയ. ഇത് പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്തു. ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അജിത് ഡോവൽ റഷ്യയിലേക്ക് തന്നെ പോയിരിക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് ശ്രീജിത്തെ ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ ചെയ്യാം. മറുവശത്തുകൂടി അജിത് ഡോവൽ തന്നെ ചൈനയിലും പോയിരുന്നു. ജയശങ്കർ ചൈനീസ് പ്രസിഡന്റിനെ കാണും, ഷീ ജിൻപിങ്ങിനെ കണ്ടു. SCO മീറ്റിങ്ങിൽ, ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റിങ്ങിൽ, ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിൽ. അപ്പോൾ അങ്ങനെ നല്ലൊരു അന്തരീക്ഷം സംജാതമായി വരികയാണ്. അതായത് റഷ്യ, ചൈന, ഇന്ത്യ, ഈ ഏഷ്യൻ ആൻഡ് യൂറോപ്യൻ പവേഴ്സ് എല്ലാം കൂടെ ചേർന്ന്, റഷ്യ എന്ന് പറയുന്ന ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന, അമേരിക്കയ്ക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രമായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്ന റഷ്യ ഇപ്പോൾ ഉക്രൈൻ്റെ 22% പിടിച്ചിട്ടുണ്ട്. ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും റഷ്യയെ നശിപ്പിക്കാൻ നോക്കിയിട്ടും റഷ്യയ്ക്ക് ഇപ്പോൾ ലാഭം, പെട്രോൾ കച്ചവടത്തിലൂടെ വൻ ലാഭം ഉണ്ടാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ. ആ റഷ്യയുമായിട്ട് ചങ്ങാത്തം, അതാണ് ശാശ്വതമായിട്ടുള്ള സൗഹൃദമായിട്ട് വരുന്നത്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന തുരപ്പൻ പണി നടത്തുന്ന രാഷ്ട്രത്തെ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഏറ്റവും ചൈന ഇന്ത്യയെ തകർക്കുക എന്നത് അവരുടെ പഴയ ലക്ഷ്യമാണല്ലോ. അതിനൊരു മാറ്റം വരുമോ? അതിൽ നിന്ന് നമ്മുടെ താല്പര്യം എന്ന് വെച്ച് വരുമ്പോൾ ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇന്ത്യക്ക് അങ്ങനെ താല്പര്യവുമാണ്. കാരണം ഇന്ത്യ അയൽ രാജ്യങ്ങളുമായി സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചൈനയുടെ ഈ കുത്തിത്തിരിപ്പ് പോളിസി അതിപ്പോൾ ചൈനയ്ക്കും ഒരാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് 1965 ഇന്ത്യയുമായിട്ട് യുദ്ധം നടത്തുന്ന കാലത്ത് ഇന്ത്യ ഒരു ശക്തമായ രാഷ്ട്രമായിരുന്നില്ല. ഇന്ത്യ പല രാജ്യങ്ങളെ ആശ്രയിച്ച് ചേരിചേരാനായോ എന്ന് പറഞ്ഞ് എങ്ങും പെടാതെ ഒക്കെ പോയൊരു രാഷ്ട്രമാണ്, സ്വന്തം താല്പര്യം നോക്കാത്തൊരു രാഷ്ട്രം. ഇപ്പം നമ്മൾ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് ആണോ, പൂച്ചയുടെ നിറം ചുവപ്പാണോ അല്ല പച്ചയാണോ കാവിയാണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. പൂച്ച ശരിയായിട്ടുള്ള രീതിയിൽ എലിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ പൂച്ചയെ നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് റഷ്യ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള രാഷ്ട്രം. ഇപ്പോൾ കമ്മ്യൂണിസം ചൈനയിൽ നിന്നും പോയി റഷ്യയിൽ നിന്നും പോയി കഴിഞ്ഞു. മുതലാളിത്ത പാതയിലാണ് രണ്ട് രാജ്യം. അപ്പോൾ ഈ രണ്ട് രാഷ്ട്രങ്ങളുമായിട്ട് നമുക്ക് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു തടസ്സമാവുന്നില്ല. ഇപ്പോൾ ഇന്ത്യക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നുള്ളത് മാത്രം നോക്കിക്കൊണ്ടൊരു പോളിസിയാണ് നരേന്ദ്രമോദി ഫോളോ ചെയ്യുന്നത്. അത്ര വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനൊന്നും അല്ല നരേന്ദ്രമോദി എന്ന് പറയുന്നത്. നമ്മുടെ താല്പര്യത്തിനത് ശരിയായിട്ടുള്ളതാണെങ്കിൽ, നമ്മുടെ താല്പര്യത്തിന് സഹായകമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ചങ്ങാത്തം കൂടും. അതിനുവേണ്ടിയാണ് ഡോവലിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഫലം ചെയ്യും. അത് പാകിസ്ഥാന് വലിയൊരു ഭീഷണിയാവുകയും ചെയ്യും, അമേരിക്കയ്ക്കും വലിയൊരു ഭീഷണിയാവുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് തൊട്ട് റഷ്യയുമായിട്ട് കച്ചവടം നടത്തിയതിന് പുതിയ ചുങ്കം കൊണ്ടുവരുന്ന കാര്യം കഴിഞ്ഞു. 24 മണിക്കൂറായിരുന്നു അതിൻ്റെ ഡെഡ് ലൈൻ അന്ത്യശാസനത്തിൻ്റെ. അത് കഴിഞ്ഞിട്ടും അനങ്ങാതിരിക്കുക. എന്നിട്ട് ഈ ട്രംപിനോട് ചോദിച്ചു പത്രപ്രവർത്തകർ, ഇന്ത്യ പറയുന്നത് നിങ്ങൾ റഷ്യയുമായിട്ട് വ്യാപാരം നടത്തുന്നുണ്ടെന്നാണ്. എനിക്കറിയാൻ വയ്യ, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ അറിയാൻ വയ്യ. കെമിക്കൽസ് ഉണ്ടല്ലോ, പെട്രോ കെമിക്കൽസ്, അതായത് വളങ്ങളൊക്കെ അതിൻ്റെ ഉൽപ്പന്നങ്ങളാണല്ലോ, പെട്രോളിയത്തിൻ്റെ തന്നെ ഉത്പന്നങ്ങൾ, അത് മുഴുവൻ ധാരാളമായിട്ട് അവിടുന്ന് വാങ്ങുന്നുണ്ട്, കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ കള്ളമാവും. അതുകൊണ്ടാണ് എനിക്കറിയില്ല എന്ന്. ഒരു രാഷ്ട്രത്താർ ഇയാൾക്ക് പിന്നെ എന്താ അറിയാം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.